സണ്ണി സാറല്ലേ? ഞാൻ അയ്യരാ. സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു. സാന്ദ്ര പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞതാ. വൈകിട്ട് 4 o'clock ഫ്യൂണറൽ. വരാൻ ശ്രമിക്കേണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ. അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു. താനവിടെ ഉണ്ടാകണം. അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. മുഹമ്മദാല് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാ അമ്മയ്ക്ക് അസുഖം കൂടിയത്. സാന്ദ്രയെ കിട്ടിയില്ലെങ്കിൽ അവിടെ അനിയത്തെ കൊണ്ടുപോകുന്ന അവർ പറയുന്നത്. താൻ ഇപ്പൊ തന്നെ പോകണം. സുകന്യെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റ്. ഓ, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത് കാണും. അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക. അയ്യര് വിളിച്ചിരുന്നു. സോറി സാന്ദ്ര, ഞാനറിയാതെ. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. അയ്യോ, എന്താ ഇത്? മാപ്പ് പറയേണ്ടത് ഞാനല്ലേ? വെറും വാടകയ്ക്ക് വന്നൊരു പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു. സണ്ണിച്ചൻ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും. മരിച്ച അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര ഞാൻ. സോറി. സാന്ദ്ര, സാന്ദ്ര, ഐ ആം സോറി. ഞാൻ പോയിക്കോട്ടെ സർ. മരിക്കും മുമ്പ് എന്റെ മമ്മയൊന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അനിയത്തി, പപ്പ, അവരൊക്കെ എനിക്കൊന്ന് കാണണം. സാറിന് വേണ്ടാത്ത എന്റെ കുഞ്ഞിനെ ഞാനും വേണ്ടെന്ന് വെച്ചോളാം. എന്നെ പോകാൻ അനുവദിച്ചാ മതി. സാന്ദ്ര, നീ എങ്ങും പോവില്ല. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പാലോമറ്റത്തെ സണ്ണിച്ചന്റെ കുഞ്ഞായിട്ട് വളരും. മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എന്താ ഈ നേരത്ത്? ഏയ്, ഒന്നുമില്ല. എന്തുണ്ടായി സാന്ദ്രേ, പറയൂ. എന്റെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായി. വിശേഷം എന്ന് പറഞ്ഞാൽ വലിയൊരു വിശേഷം. എന്റെ അമ്മ മരിച്ചു. 2 വർഷമായി അസുഖത്തിലായിരുന്നു. മിണ്ടാനും പറയാനും വയ്യാതെ കിടക്കയിൽ തന്നെ. പോകുന്നില്ലേ? ഇല്ല. സണ്ണിച്ചൻ വിടാഞ്ഞിട്ടോ? സാന്ദ്ര പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടോ? ഞാൻ എത്ര തിരക്കിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്ന് പോകായിരുന്നു. കോൺട്രാക്റ്റിലെ നിബന്ധനയ്ക്കകത്ത് ഇടയ്ക്കുള്ള ഈ പോക്കുവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലേ? സണ്ണിച്ചാൻ എല്ലാം എന്നോട് പറഞ്ഞു. 6 മാസം നാട്ടുകാരെയും അമ്മച്ചിയും കാണിക്കാനുള്ള ഈ അഭിനയം, പിന്നെ സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ടാവും പോകുന്ന കാർ ആക്സിഡന്റ്, അങ്ങനെ എല്ലാം. അപ്പോ ഇതുവരെ എന്റെ ഫാമിലിയെ പറ്റിയും എന്നെ പറ്റിയും ഞാൻ പറഞ്ഞ കഥകളൊക്കെ മൂളി കേട്ടത് ഒരു തമാശ കഥ കേൾക്കുന്ന മൂഡിലായിരുന്നു അല്ലേ? ഞാൻ സാന്ദ്രയോട് പറഞ്ഞിരിക്കുന്നതും അഭിനയിക്കുന്നതുമെല്ലാം ഒരു തമാശ കഥയാവുമ്പോ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. സാന്ദ്ര ജീവിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ പറയുമ്പോ ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു കള്ളക്കഥ പറയുന്നു. നാൻസി എന്താ ഈ സമയത്ത്? കെയർ ഗ്രൂപ്പിന്റെ റിഹേഴ്സൽ വല്ലതും ഉണ്ടായിരുന്നു? മരിച്ച അമ്മച്ചിയെ കാണാനുള്ള മോഹം സാന്ദ്രയ്ക്ക് സാധിച്ചു കൊടുക്കാമായിരുന്നു. സാന്ദ്രയോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞതാ. അവളുടെ പപ്പ വിളിച്ച് പറഞ്ഞു വരണ്ടാന്ന്.
സണ്ണിച്ച, സോറി, ഞാൻ ആ വാക്ക് തെറ്റിച്ചു. സണ്ണിച്ചൻ പറഞ്ഞ 6 മാസത്തെ കോൺട്രാക്ടിന്റെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പോയി. വീട്ടിലാരും ഇല്ലേ? ഇല്ല. പോളച്ചേട്ടൻ വരും? അറിയില്ല. പക്ഷേ സണ്ണിച്ച, പോളച്ചൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്താ ഉണ്ടാവും പോണെന്ന് ഓർത്തിട്ട് എനിക്ക്. പോളച്ചൻ അറിയാണ്ട് നീ ഇത് എത്ര നാളിങ്ങനെ വിളിച്ചു വെക്കും? ഇവൻ ഇങ്ങനെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ പറഞ്ഞില്ലെന്ന് വെച്ചാ? പോളച്ചൻ വരുമ്പോ അവന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുത്താൽ പോരാ, അവന്റെ കണ്ണുകൊണ്ട് കാണണം. എന്നിട്ട് അവൻ അറിഞ്ഞില്ലെന്ന് അടിച്ചാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവരോടൊന്ന് എതിർത്ത് ജയിക്കാൻ എന്റെ പോളച്ചിന് കഴിയില്ല. സണ്ണിച്ചൻ അറിയില്ലേ, പോളച്ചൻ ഒരു പാവ. ഇതിന്റെ പേരിൽ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണൊരുത്തനും എടുത്തില്ല. ഞാനാ പറയുന്നത്. വാ. സാന്ദ്ര ചേച്ചി എന്തി? സണ്ണിച്ചാനും സാന്ദ്ര ചേച്ചിയും കൂടി പുറത്തു പോയിരിക്കുക. എന്താ മോളെ വന്നേ? സാന്ദ്ര ചേച്ചി അൽഫോൻസമ്മയുടെ പടമുള്ള ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഭരണങ്ങാനത്ത് പോയി വാങ്ങിച്ചോണ്ട് വരിക. പാലോ മറ്റത് വീടല്ലേ? അതെ. സണ്ണി ഇല്ലേ? ഇല്ല. സണ്ണിയെ അല്ല, അയാളുടെ ഭാര്യയാണ് കാണേണ്ടത്. അവര് രണ്ടുപേരും കൂടിയാ പോയത്. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പൊറുപ്പിച്ചിരിക്കുന്ന പെണ്ണ് സാന്ദ്ര, അവള് സണ്ണിയുടെ മാത്രം ഭാര്യയല്ല. കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും. നാടൻ ഭാഷയിൽ പറഞ്ഞ തേവിടിശി. അനാവശ്യം പറയരുത്. അമ്മച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവൾ വരുമ്പം ചോദിക്കേ, സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദ് അലി വന്നെന്ന് പറ. സണ്ണിച്ചായനെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഒരു മുഹമ്മദ് അലിയുടെ കൂടെ എന്തൊക്കെയോ അനാവശ്യങ്ങളും പറഞ്ഞു. ആരാ അയാള്? മോനെ, മോനെ, നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ. ആ എംബോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ? സത്യമാണോടാ? എടാ, അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന്? മോളെ, നീയെങ്കിലും എന്നോട് പറ, അവര് നിന്റെ ആരാ? കർത്താവിനെ വിചാരിച്ച് സത്യം പറ, പറ. സത്യമാണ്, സത്യമാണ് അമ്മച്ചി. അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇടവകക്കാരെയും കർത്താവോടെ തമ്പുരാനെയും എല്ലാം നിങ്ങള്. അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നെ ഒന്ന് കൊന്നു തരുമോ? ഞാൻ പോവാ എവിടേക്കെങ്കിലും. എനിക്കാരുമില്ല, മക്കളുമില്ല, മരുമക്കളുമില്ല. തുടരുതന്നെ. ഇങ്ങനൊരു മോൻ എനിക്കില്ല, ഇങ്ങനൊരു മോൻ എനിക്കില്ല. ഞാനിവിടെ വന്ന നാൾ മുതൽ ഇങ്ങനെ തന്നെ ഒരു അനുജന്റെ ഭാര്യയെ കാണുന്ന കണ്ണുകൊണ്ട് ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. പൊളച്ച, ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാം.
നീ കിടന്നു, ഞാൻ ഊണ് കഴിച്ചതാ. നാൻസി, നാൻസി, എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലേ? പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലമായടി? അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ടെ. ഇങ്ങനെ വിഷമിക്കരുത്. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. എവിടേക്കെങ്കിലും. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ പോവാന്ന്. ശരിയാ, പോവാം, പോണം. ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പറയേണ്ടത്? എല്ലാം തീർന്നല്ലോ. ഇനി എനിക്ക് മടങ്ങാം അല്ലേ? സണ്ണിച്ച, നമ്മുടെ പുല്ലാങ്കുന്നിലെ പോളത്തിന് ആത്മഹത്യ ചെയ്തു. എന്റെ പോളച്ചന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴിക്കില്ലെന്ന് പറഞ്ഞിട്ടിപ്പോ എന്റെ കുഞ്ഞിന്റെ വെട്ടിക്കേറിയ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുഞ്ഞെ. ഡോക്ടർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ്. വരൂ ഡോക്ടർ. സാന്ദ്ര, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം സാന്ദ്ര ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ? അത് കൺഫേംഡായി. അവരിപ്പോ വിളിച്ചിരുന്നു. ആ, നല്ലത്. ഓടി ഒളിക്കാൻ സേഫായ ഇടങ്ങളുള്ളവരൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ പോയി വിളിക്കാൻ. സണ്ണിച്ച, എന്തിനായിരുന്നു ഇതൊക്കെ? ആർക്ക് വേണ്ടി? സാന്ദ്രേ, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പാവൻ നാൻസി, കഴുത്തിൽ മിന്നു കെട്ടിയവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതൊരു പെണ്ണിനെ മനസ്സിലാവും? ഇല്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. എന്റെ അമ്മച്ചിയെ, കൂടപ്പറപ്പുകളെ, നാൻസി, എല്ലാവരെയും. അറിഞ്ഞോ അറിയാതെയും
തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴില്ല എന്ന് ഞാൻ നാൻസിക്ക് വാക്കുകൊടുത്തു. അവൻ ആത്മഹത്യയും എന്ന് കരുതാതിരുന്നത് എന്റെ തെറ്റ്. നിന്റെ അനിയത്തെ മുഹമ്മദ് അലിന്ന് രക്ഷിച്ച് മാറ്റി താമസിപ്പിച്ചു. എന്റെ തെറ്റ്. അവളെ അവന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരില്ലായിരുന്നു. എന്റെ അമ്മച്ചിയും മങ്ങന്മാരൊന്നും അറിയില്ലായിരുന്നു. എന്റെ തെറ്റ്. സണ്ണിച്ചനെ ഞാൻ കുറ്റപ്പെടുത്തില്ല, വേദന കൊണ്ട് പറഞ്ഞു പോയത്. ഒന്നിലും വേദനിക്കാത്ത കരിങ്കല്ല് കൊണ്ടുള്ള മനുഷ്യനാണല്ലോ ഞാൻ. എനിക്കറിയാം, സണ്ണിച്ചനെ ഞാൻ മനസ്സിലാക്കിയ പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഈ നേരത്ത് പോകാൻ ഒരുങ്ങുന്നത്. പോകണം സണ്ണിച്ച, പോയേ തീരൂ. പക്ഷേ എനിക്കൊരിക്കലും സണ്ണിച്ചനെ മറക്കാൻ കഴിയില്ല. വഴി പിഴച്ചവളെങ്കിലും ഞാനും ഒരു പെണ്ണാണെന്ന് ആദ്യമായി തോന്നി തുടങ്ങിയത് സണ്ണിച്ചനിൽ നിന്ന്. ഒരിക്കലും മറക്കാതിരിക്കാൻ സണ്ണിച്ച എനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ. മിന്നുകെട്ട്, ഒന്നാം വിരുന്ന്, പിന്നെ എനിക്ക് മാത്രമായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ഞാൻ വളർത്തും. അവൻ വളർന്ന് വലുതാവുമ്പോ അമ്മ അഭിനയിച്ച നാടകത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഒരു വിശുദ്ധ പുണ്യാളച്ചന്റെ സ്ഥാനമായിരിക്കും അവന്റെ മനസ്സിൽ സണ്ണിച്ചിനുള്ളത്. അമ്മച്ചിയോടും മോളിക്കുട്ടി സിസ്റ്ററോടും ഒക്കെ യാത്ര പറയാൻ നിൽക്കുന്നില്ല. പോയി എന്ന് പറഞ്ഞാ മതി. വേണ്ടോ, ഞങ്ങൾ സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്തവർക്ക് തിരുക്കർമ്മങ്ങൾ കൊടുക്കാനും അവരെ സിമത്തേരിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർ അടക്കാൻ തെമ്മാടി പറമ്പുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? മുമ്പ് ഹൃദയസ്തംഭനം വന്ന് എന്റെ മടി കിടന്ന് മരിച്ച പാലോമുറ്റത്തെ ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിലപേശിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അച്ചോ, ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട പൈലി, വേണ്ട. അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ. അവൻ തൂങ്ങി മരിച്ചതല്ല, അവനെ കർത്താവ് വിളിച്ച. വേണ്ട, അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട. എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കിന് വന്നാലും ഞാൻ അടക്കും. പക്ഷെ നിന്റെ അവതാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടടാ. ഇത്രയൊക്കെ ആയിട്ടും താൻ പഠിച്ചില്ല അല്ലേ? പറയടാ, എന്തിനാ പോളച്ച ആത്മഹത്യ ചെയ്ത്? നീ കാരണം എന്റെ അനിയൻ കെട്ടി തൂങ്ങി ചത്തത്. അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് വന്നാ അവൻ ചത്തത്. നിന്നെ ഞങ്ങൾ വെറുതെ വിടുക. അടുത്തുപോലെ കൊന്നാണ് പറയാൻ ഈ ഇടവകക്കാര് മുഴുവൻ കേക്കപ്പറ. എന്തിനാ പൊളച്ചൻ ചത്ത്? എന്തിനാ പൊളച്ചൻ ചത്ത്? ഇത് ഞാൻ നാൻസിയെ കടന്നു പിടിക്കുന്ന കണ്ട് പെണ്ണും കൊണ്ട് പൊളിച്ച് തൂങ്ങിച്ചെത്തത്. പൊളിച്ചിന് അവസാനം എഴുതി കത്ത് ഞാനാ കീറിക്കളഞ്ഞത്. സത്യമാണോടാ? ഇവിടെ പറഞ്ഞ സത്യമാണോ എന്ന്? അമ്മയെ പെങ്ങളെ തിരിച്ചറിയാൻ മേലാത്ത തെണ്ടി പൊയ്ക്കോ. എനിക്കൊരു മകനില്ല. എന്റെ കർത്താവായ ദൈവം തമ്പുരാനെ, മാറാരോഗം തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടെയൊക്കെ വിളിക്കാൻ മേലെ. അന്ത്യവിധിക്കും എന്നെ കൂടെ വിളിക്കണേ പിതാവേ. അച്ചായനെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ പോലെ. അച്ചോ,
സണ്ണിച്ച, നിന്റെ അപ്പച്ചനോട് ചെയ്തതിനല്ല കർത്താവ് എന്നെ ശിക്ഷിച്ചു. ഈ പാപ്പച്ചായനോട് മക്കള് പൊറുക്കണം. നിക്ക്. പോവാണോ? എന്റെ മോ സണ്ണിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. അവനും നീയും ഒക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു. അമ്മച്ചി, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ. അതെനിക്കറിയാം. ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം. ഞാൻ എങ്ങും വിടില്ല അമ്മച്ചി. എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാണല്ലേ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവള് ഗർഭിണിയാണ്. മുഹമ്മദ് അലി, നിനക്ക് എന്താ വേണ്ടത്? ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്കിപ്പോ വയ്യ. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത് പറ. ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇവളെ ഞാൻ കൊണ്ടുപോകാം, നിന്നെ സിംഗപ്പൂർ വരുത്താൻ. ഞാൻ ഇനി അങ്ങോട്ടില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ പറയുന്ന പോലെ ചെയ്യാം, പ്ലീസ്. എനിക്ക് നിന്നെ 5 വർഷങ്ങളായി അറിയാവുന്നതല്ലേ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ഇവള് മതി. പ്ലീസ്. അവൾ ഗർഭിണിയാണ്. ഐ നോ. എന്തിനാടി മടങ്ങിപ്പോകാൻ നേരം ഈ ഒരു എക്സ്ട്രാ ലഗേജ്? എന്റെ കുഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഇവൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ എനിക്ക് പറഞ്ഞ കേൾക്കില്ലേ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഇല്ല, നിന്നെ ആർക്കാ ഞാൻ വിട്ടുകൊടുക്ക. സണ്ണി, മുഹമ്മദ് അലി, ഞാൻ പറയുന്നേക്ക് പ്ലീസ്. നീ പോ.
സണ്ണിച്ചനെ വേണം. നമ്മുടെ കുഞ്ഞിന് സണ്ണിച്ചനെ വേണം. അമ്മച്ചിക്കും ഇവിടെ എല്ലാവർക്കും സണ്ണിച്ചനെ വേണം. അരുത് സണ്ണിച്ച, അരുത് പ്ലീസ്. മുഹമ്മദ് അലി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നീ പോ, നീ ഞങ്ങളെ വിട്ടേക്ക്. ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. നീ പോ, എനിക്ക് ജീവിക്കണം. നിനക്കും ജീവിക്കണ്ടേ? സോറി, ഞാൻ അന്നും ഇന്നും നിന്നെ ഒരു ബ്രദറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ. പ്ലീസ് നീ പോ, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ.